ഒരു 7 മണിയാകുമ്പോൾ ഒരു നിലവിളി പോലെ കേട്ടു. അപ്പോൾ ഞാനും വൈഫും കൂടെ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും കൂടാണ്. അവരോട് നിലവിളിക്കും. സാറിന് അങ്ങനെ ഒരു പ്രശ്നത്തിലൊന്നും ഉള്ളവരല്ല അവർ. അപ്പോൾ നോക്കിയപ്പോൾ അച്ഛനാണെങ്കിൽ ദേഹം മൊത്തം ബ്ലഡായിട്ട് നിൽക്കുക, ഇവിടെ മുറിവ് പോലെ തോന്നുന്നുണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല. അവിടുത്തെ അയാളുടെ ഭാര്യയുണ്ട്, എൻ്റെ വീട്ടുകാരുടെ കൂട്ടുകാരിയാണ്. അവരോട് നിലവിളിക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കഥ വന്ന് ഓടിച്ചെന്നപ്പോൾ അയ്യോ ഇത് എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞ് അവരിങ്ങനെ കാണിക്കുമ്പോഴാണ് എൻ്റെ ആ മതിലിൻ്റെ ആ സൈഡിൽ ഈ പയ്യൻ അവിടെ ബ്ലഡിൽ കമന്ന് കിടക്കുക. 7 മണിയാവും വൈകുന്നേരം. മുമ്പിൽ കാണുന്ന വീടല്ലേ, നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അകത്തുണ്ടായിരുന്നു. ഒരു 7 മണിയാകുമ്പോൾ ഒരു നിലവിളി പോലെ കേട്ടു. അപ്പോൾ ഞാനും വൈഫും കൂടെ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും കൂടാണ്. അവരോട് നിലവിളിക്കും. സാറിന് അങ്ങനെ ഒരു പ്രശ്നത്തിലൊന്നും ഉള്ളവരല്ല അവർ. അപ്പോൾ നോക്കിയപ്പോൾ അച്ഛനാണെങ്കിൽ ദേഹം മൊത്തം ബ്ലഡായിട്ട് നിൽക്കുക, ഇവിടെ മുറിവ് പോലെ തോന്നുന്നുണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല. അവിടുത്തെ അയാളുടെ ഭാര്യയുണ്ട്, എൻ്റെ വീട്ടുകാരുടെ കൂട്ടുകാരിയാണ്. അവരോട് നിലവിളിക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കഥ വന്ന് ഓടിച്ചെന്നപ്പോൾ അയ്യോ ഇത് എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞ് അവരിങ്ങനെ കാണിക്കുമ്പോഴാണ് എൻ്റെ ആ മതിലിൻ്റെ ആ സൈഡിൽ ഈ പയ്യൻ അവിടെ ബ്ലഡിൽ കമന്ന് കിടക്കുക. അപ്പോൾ എന്തോ സംഭവം എന്നൊന്നും അറിയത്തില്ലല്ലോ, പെട്ടെന്ന് നമുക്കൊരു ഷോക്കല്ലേ. എൻ്റെ മോനെ കണ്ട കുത്തിയേയും എൻ്റെ മോനെ കണ്ട കുത്തിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കി. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉടനെ പോലീസിനെ ഇൻഫോം ചെയ്തു. 5 മിനിറ്റിനകത്ത് പോലീസ് വന്നു. അന്നേരം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ആട്ടോ വന്ന ഒരു ആട്ടോയ്ക്കകത്തിൽ നിർത്തി ഈ പയ്യനെ കയറ്റി ആശുപത്രിക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ ഇവിടെ പെൻസിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഡ്രൈവറാണ്. അപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടുപോയി, പിന്നെ അറിഞ്ഞ് അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അച്ഛനും ഉണ്ട്, ഇഞ്ചുറി ഉണ്ട്, അമ്മയും കൂടെ പോയി. അപ്പോൾ ഒരു 3/4 മണിക്കൂറിനകത്ത് അറിഞ്ഞ് മരിച്ചു പോയത്. പിന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സീരിയസ് ആണെന്ന് മനസ്സിലായിരുന്നു. പയ്യനെ സംബന്ധിച്ചോളം നമുക്ക് ഒരു അഭിപ്രായവും ഇല്ല. നല്ല പയ്യൻ, 20 വയസ്സ് 21 വയസ്സേ ഉള്ളൂ. അവൻ പഠിക്കുന്നുമുണ്ട്, ബികോമിന് പഠിക്കുന്നുമുണ്ടായിരുന്നു. അവൻ ഈ സൊമാറ്റോയുടെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ദാരുണമായ സംഭവം നമ്മുടെ വീടിൻ്റെ മുമ്പിലുണ്ട്. അപ്പോഴത്തേക്കും പോയി, കാരണം എല്ലാം 1 മിനിറ്റ് കൊണ്ടാണ് സംഭവിച്ചു. ഈ ബഹളം കേട്ടു എടുത്തു. ഈ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ ഇങ്ങോട്ടും അവരുടെ ആ കോമ്പൗണ്ടിൽ തന്നെ ഓടി, ചെറിയ ഏരിയയില്ലോ ഓടി, നമുക്ക് കാണാം ആ ബ്ലഡ് കിടക്കും. തിരിച്ച് വന്നിട്ട് റോഡിലോട്ടുള്ള ഗേറ്റ് തുറന്നിട്ട് ഓടി വന്ന് അവിടെ വീഴുകയായിരുന്നു. വലിയ ഞെട്ടലെന്ന് പറഞ്ഞാൽ നമ്മളൊരു പിള്ളേർ വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുന്ന പിള്ളേർ, ലഹരിയായിട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ ശത്രുക്കളൊക്കെ വന്ന് ചെയ്തതെന്ന് പറയാം. ഇതങ്ങനൊന്നും ഇല്ലാത്തൊരു പയ്യനും ഒരു അച്ഛനും അമ്മയും, യാതൊരു പ്രശ്നമില്ലാത്തവരാണ് നടത്തിയതാളെ. അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല. ഇത് മുമ്പ് ഈ കൃത്യം നടന്നതിന് മുമ്പേ ഇതുവഴി വാഹനത്തിലൊക്കെ പോയത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെ വല്ലോ തിരക്കാറില്ല, നമ്മൾ തിരക്കാറില്ല. അങ്ങനല്ല, ഈ വാഹനം ഉണ്ടല്ലോ, പോയും വരികയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഞാനായാലും ഇത് ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ വാടക കൊടുത്തിരിക്കുന്ന വീട് ഇത്, അതിനപ്പുറം എൻ്റെ ഫാം ഹൗസ്, ഞാൻ ഇവിടെ റോഡിലൊക്കെ തന്നെ കാണും. ആൾക്കാർ പോകുന്നതും വരുന്നതും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല.